ഹായ് എവരി വൺ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 4th ചാപ്റ്റർ ആയിട്ടുള്ള സീഡ്സ് ഓഫ് ലൈഫ് അഥവാ ജീവനുള്ള വിത്തുകൾ ആണ്. സോ ഈ പാഠം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറി വെച്ചിട്ടാണ്. ആ സ്റ്റോറി നമുക്ക് ആദ്യം എന്തിനെക്കുറിച്ചാണെന്ന് നോക്കാം. One day, a wise king felt that he should test the honesty of the children of the country. The king called all the children to the palace. Everyone was given seeds. It was announced that valuable gifts will be given to those who bring this seed after germinating it into a plant after 3 months. Ping, a farmer boy, was also present in the group of children. He buried the seeds in the soil of the pot and watered them. But the seeds did not germinate. After 3 months, all the children came to the palace with flowered plants. They all made fun of Ping, who came to the palace with an empty pot. The king examined each one's plants. When he reached Ping, the king was happy. The king said, "This is the winner. Only seeds with the life will germinate. The seeds I gave you were lifeless." സോ എന്താണ് കഥയിൽ പറയുന്നത്? ഒരു രാജാവിന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ കുട്ടികളുടെ ഹോണസ്റ്റി, സത്യസന്ധത ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം തോന്നി. സോ അയാൾ എന്ത് ചെയ്തു? എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് എല്ലാവർക്കും കുറച്ച് വിത്തുകൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 3 മാസങ്ങൾക്ക് ശേഷം ഈ വിത്ത് മുളപ്പിച്ച് ചെടിയാക്കിയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ കുട്ടികളുടെ കൂട്ടത്തിൽ പിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫാമർ ബോയ് ഉണ്ടായിരുന്നു. ആ കുട്ടി എന്ത് ചെയ്തു? സീഡ്സ് കൊണ്ടുപോയിട്ട് ഒരു പോട്ടിൽ നട്ടുവെച്ചു. എന്നിട്ട് ഇന്നും അതിന് വെള്ളം കൊടുത്തു. പക്ഷേ സീഡ് മുളച്ചില്ല. 3 മാസങ്ങൾക്ക് ശേഷം എല്ലാ കുട്ടികളും എങ്ങനെയാണ് വന്നത്? ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്, പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് കൊണ്ടാണ് വന്നത്. പക്ഷെ പിങ് മാത്രം ഒന്നുമില്ലാത്ത ഒരു എംറ്റി പോട്ടുമായിട്ടാണ് പോയത്. അപ്പോൾ രാജാവ് എല്ലാവരുടെയും ചെടികൾ പരിശോധിച്ചു. എന്നിട്ട് പിങ്ങിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പറഞ്ഞു, പിങ്ങാണ് ആ മത്സരത്തിലെ വിജയി. കാരണം ജീവനുള്ള വിത്തുകൾ മാത്രമാണ് മുളയ്ക്കുള്ളൂ. ഞാൻ തന്ന വിത്തിന് ജീവൻ ഉണ്ടായിരുന്നില്ല. സോ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ചുറ്റും ഒരുപാട് തരത്തിലുള്ള വിത്തുകളുണ്ട്. പക്ഷേ ആ വിത്തുകൾ എല്ലാം മുളയ്ക്കണമെന്നുണ്ടോ? ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളയ്ക്കുള്ളൂ. അതായത് ഒരു കുഞ്ഞു വിത്തിൽ നിന്നാണ് ഒരു വലിയ ചെടിയോ ചെറിയ ചെടിയോ ഏത് തരത്തിലുള്ള ചെടികൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഒരു കുഞ്ഞു വിത്തിൽ നിന്നാണ്. സോ ആ കുഞ്ഞു വിത്തിനൊരു ജീവനുള്ളത് കൊണ്ടാണ് അത് വളർന്ന് വലിയൊരു മരമാകുന്നത്. അപ്പോൾ ജീവനില്ലാത്ത വിത്തുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? മുളയ്ക്കില്ല. ഇനി നമുക്ക് ചുറ്റും പല തരത്തിലുള്ള വിത്തുകളുണ്ട് അല്ലേ? നമുക്കതൊക്കെ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പലതരത്തിലുള്ള വിത്തുകൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. എന്തൊക്കെ തരം പ്രത്യേകതകളായിരിക്കും വിത്തിനുണ്ടാവുക? എല്ലാ വിത്തും ഒരുപോലെയാണോ? അല്ല, അവ വ്യത്യസ്തമായിരിക്കും. ഏതൊക്കെ തരത്തിലാണ് വ്യത്യസ്തത ഉണ്ടാവുക? കളറ് വ്യത്യസ്തമായിരിക്കും, സൈസ് വ്യത്യസ്തമായിരിക്കും, ഷേപ്പ് വ്യത്യസ്തമായിരിക്കും. പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ അവ തമ്മിൽ ഉണ്ടാകും. ജീവനുള്ള വിത്തുകളാണെങ്കിൽ കൂടി നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടാൽ എല്ലാ വിത്തുകളും മുളയ്ക്കണമെന്നുണ്ടോ? അതാണ് ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഈവൻ ദോ ദ സീഡ്സ് ഹാവ് ലൈഫ്, വിൽ ഓൾ ദ സീഡ്സ് ബറീഡ് ഇൻ ദ സോയിൽ ജെർമിനേറ്റ്? വൈ ഡോണ്ട് ഓൾ ദ സീഡ്സ് ജെർമിനേറ്റ്? നമ്മൾ കുത്തിയിടുന്ന എല്ലാ വിത്തുകളും മുളയ്ക്കണമെന്നില്ല അല്ലേ? അതിൻ്റെ കാരണം എന്തായിരിക്കും? ലെറ്റ്സ് ജെർമിനേറ്റ് സീഡ്സ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പാഠത്തിൽ പറയുന്നത്. അതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. എങ്ങനെയാണ് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്? റൈറ്റ് ഡൗൺ യുവർ ഗസ്. ഒരു വിത്ത് മുളയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടറികൾ അതിന് ആവശ്യമായിട്ടുണ്ട് എന്ന് നമ്മളോട് ആദ്യം ഒന്ന് ഗസ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്ത് നോക്കാം അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയാലായിരിക്കും ഒരു വിത്ത് മുളയ്ക്കുക എന്നുള്ളത്. ഒരെണ്ണയിൽ കൊടുത്തിട്ടുണ്ട് വാട്ടർ. പിന്നെ നമുക്ക് വേറെ എന്ത് പറയാം? സോയിൽ പറയാം, സൺലൈറ്റ് പറയാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന എന്ത് ഗസ് വേണമെങ്കിലും നമുക്ക് ആലോചിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത്യാവശ്യമായി വേണ്ടതും വേണ്ടാത്തതും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ഗ്ലാസ്സുകൾ എടുക്കണം. എന്നിട്ട് അതിൽ പല രീതിയിൽ നമുക്ക് ചെടികൾ നടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഗ്ലാസ്സിൽ കുറച്ച് വെറ്റ് സോയിൽ എടുക്കുക. ആൻഡ് അതിൽ കുറച്ച് പീ സീഡ്സ് ഇടുക. പ്ലേസ് ഇറ്റ് ഇൻ ആൻ ഏരിയ വേർ ഇറ്റ് വിൽ ഗെറ്റ് സൺലൈറ്റ് ആൻഡ് വാട്ടർ ഷുഡ് ഓൾസോ ഗിവൺ ടു ദ റിക്വയർഡ് റേറ്റ് to maintain moisture.
ഒബ്സർവ് ഇറ്റ് എവറി ഡേ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? വെറ്റായിട്ടുള്ള സോയിൽ, അതായത് നനവുള്ള കുറച്ച് മണ്ണെടുക്കണം, അതിൽ കുറച്ച് വിത്തുകൾ ഇടണം, വിത്തുകൾ, പയറിൻ്റെ വിത്തുകൾ ഇടണം. ആൻഡ് നമുക്കത് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും ചെറുതായിട്ട് എന്ത് ചെയ്യാം? നനച്ചു കൊടുക്കാം. സോ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ വിത്തിന് എന്തെല്ലാം ഫാക്ടേഴ്സാണ് കിട്ടുന്നത്? അതിന് വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ്സ് ഗെറ്റ്? സോയിൽ, വാട്ടർ, എയർ, സൺലൈറ്റ്, ഇതെല്ലാം അതിന് കിട്ടുന്നുണ്ട് അല്ലേ? ഇനി ഓൾ ദീസ് ഫാക്ടേഴ്സ് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഈ ഫാക്ടേഴ്സ് എല്ലാം സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ അത്യാവശ്യമുള്ളതാണോ? അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് ഗ്ലാസ്സുകൾ കൂടി നമുക്ക് അറേഞ്ച് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ എന്താ ചെയ്യേണ്ടത്? ഈസ് സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. ഈ ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ സോയിൽ അത്യാവശ്യമാണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഒഴിവാക്കണം? സോയിൽ ഒഴിവാക്കിയിട്ട് അതിന് പകരം നമുക്ക് കുറച്ച് കോട്ടൺ വയ്ക്കാം. കോട്ടൺ പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നനച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ അതേപോലെ സീഡ്സ് ഇട്ട് കൊടുക്കാം. സോ ആ ടേബിൾ നോക്കൂ, അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് സീഡിന് കിട്ടുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ് ഗെറ്റ്സ്. എന്തൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു സെറ്റപ്പിൽ? വാട്ടർ കിട്ടുന്നുണ്ട്, എയർ കിട്ടുന്നുണ്ട്, സൺലൈറ്റ് കിട്ടുന്നുണ്ട്. എന്താണ് ഇല്ലാത്തത്? ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ് ഡസൻ ഗെറ്റ്. അത് സോയിലാണ്. സോ ഈ ഗ്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ദിവസവും ഒബ്സർവ് ചെയ്യാം. അതിനുശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ഈസ് വാട്ടർ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വാട്ടർ അത്യാവശ്യമാണോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോയിൽ എടുക്കണം ഗ്ലാസ്സിൽ. പക്ഷേ സോയിൽ എങ്ങനെയായിരിക്കണം? ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് ഇതേപോലെ സീഡ്സ് ഇടണം. ആൻഡ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് അതിനെ ഒബ്സർവ് ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യരുത്? വെള്ളം മാത്രം കൊടുക്കരുത്, വെള്ളം നനയ്ക്കരുത്. സോ അതാണ് ഇതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതിലോ? ഈസ് സൺലൈറ്റ് നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. അടുത്തതിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൺലൈറ്റ് നെസസറി ആണോ എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ സെറ്റപ്പിൽ എന്ത് ചേഞ്ച് വരുത്തണം? നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിന് പകരം ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. സോ എന്ത് ചെയ്യില്ല? അതിലേക്ക് സൺലൈറ്റ് കടക്കില്ല. പിന്നെ നമ്മൾ അടുത്തത് എന്താ ചെയ്തിരിക്കുന്നത്? ദ ഗ്ലാസ് ഹാസ് കവേർഡ് വിത്ത് എ ബ്ലാക്ക് പേപ്പർ. ഒരു ബ്ലാക്ക് ഷീറ്റ് വെച്ചിട്ട് ആ ഗ്ലാസ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ നോട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. ടേബിൾ നോക്കൂ. നമ്മൾ ചെയ്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റിൽ 4 ഗ്ലാസ്സുകളുണ്ട്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്, ഗിവൺ ഓൾ ഫാക്ടേഴ്സ്. ക്ലാസ് 2 ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സോയിൽ. രണ്ടാമത്തെ ക്ലാസ്സിൽ സോയിലില്ല, നമ്മൾ സീഡ്സ് വെച്ചിരിക്കുന്നത് കോട്ടണിലാണ്. മൂന്നാമത്തെ ക്ലാസ്സിൽ എന്ത് മാത്രമില്ല? വാട്ടർ ഇല്ല, ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് വാട്ടറിങ് ചെയ്യുന്നില്ല. നാലാമത്തെ ക്ലാസ്സിൽ ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സൺലൈറ്റ് കിട്ടുന്നില്ല. സോ ഈ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കി നിങ്ങളുടെ ബുക്കിൽ തന്നെ ഈ ഒബ്സർവേഷൻസ് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഒബ്സർവേഷൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്ലാസ്സിലെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുമോ? തീർച്ചയായും ജെർമിനേറ്റ് ചെയ്യും, ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾ ദ ഫാക്ടേഴ്സ്. രണ്ടാമത്തെ ക്ലാസ്സിലോ? സോയിലില്ല, ബട്ട് സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുമോ? സീഡ്സ് ജെർമിനേറ്റ് ചെയ്യും. മൂന്നാമത്തെ ക്ലാസ്സിൽ വാട്ടർ ആബ്സെൻ്റ് ആണ്, അപ്പോൾ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുമോ? സീഡ്സ് ജെർമിനേറ്റ് ചെയ്യില്ല. നാലാമത്തെ ക്ലാസ്സിൽ സൺലൈറ്റ് അവൈലബിൾ അല്ല, ബട്ട് സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുമോ? സീഡ്സ് ജെർമിനേറ്റ് ചെയ്യും. സോ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ വിചാരിച്ച ഫാക്ടേഴ്സ്, നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് ഗസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ എല്ലാം തന്നെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യാൻ അത്യാവശ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി, ബട്ട് സം ഫാക്ടേഴ്സ് ആർ നെസസറി. ചില ഫാക്ടേഴ്സ് നെസസറി ആണ്. സോ ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, വാട്ടർ ഈസ് നെസസറി ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്, but the factors like soil and sunlight are not necessary. Besides, water, air and suitable temperature are also necessary for seed germination. Different seeds have different germination times and suitable temperatures. So നമ്മുടെ ഫൈൻഡിങ് ആണ്, നമ്മുടെ
ലാസ്റ്റ് ഫൈൻഡിങ് ആണ് ആ ബ്ലൂ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഫോർ സീഡ് ടു ജെർമിനേറ്റ്. സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? വാട്ടർ. ബിക്കോസ് നമ്മൾ വാട്ടർ കൊടുക്കാഞ്ഞ ഗ്ലാസ്സിലെ സീഡ് മാത്രം എന്ത് ചെയ്യില്ല? ജെർമിനേറ്റ് ചെയ്യില്ല. ബട്ട് സോയിൽ ഇല്ലെങ്കിലോ സൺലൈറ്റ് ഇല്ലെങ്കിലോ എന്ത് ചെയ്യും? സീഡ്സ് ജെർമിനേറ്റ് ചെയ്യും. സോ ദീസ് ആർ നോട്ട് നെസസറി, അത്യാവശ്യമല്ല. വാട്ടറിനെ കൂടാതെ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എയറിൻ്റെ പ്രസൻസും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഡ്സിന് ഡിഫറെൻറ്റ് ജെർമിനേഷൻ ടൈംസ് ആയിരിക്കും, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് ഓരോ തരത്തിലുള്ള വിത്തുകളും മുളയ്ക്കാൻ എടുക്കുന്ന സമയവും അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും വ്യത്യസ്തമായിരിക്കും. സോ ഇത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ നെസസറി ആയിട്ടുള്ളത്, നോട്ട് നെസസറി ആയിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു സീഡ് മുളയ്ക്കുന്നത്? ഒരു സീഡ് മുളച്ചു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഇലിസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു സീഡ് മണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. ദെൻ അതിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്താണ്? റാഡിക്കിൾ. ഇനി റാഡിക്കിൾ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. അതിൻ്റെ ഔട്ടർ കവറിങ് പൊട്ടിയിരിക്കുന്നു. ഔട്ടർ കവറിങ് പൊട്ടിയിട്ടാണ് എന്ത് പുറത്ത് വരുന്നത്? റാഡിക്കിൾ പുറത്ത് വരുന്നത്. ഈ റാഡിക്കിൾ പിന്നീട് എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു. സോ ഒരു ചെടി എന്ന് പറയുമ്പം അതിന് മണ്ണിന് താഴെയുള്ള ഭാഗം ഉണ്ടാവും, മണ്ണിന് മുകളിലുള്ള ഭാഗം ഉണ്ടാവും. മണ്ണിന് താഴെയുള്ള ഭാഗത്തെ നമ്മൾ റൂട്ട് എന്ന് പറയുന്നു, മണ്ണിന് മുകളിലുള്ള ഭാഗത്തെ നമ്മൾ ഷൂട്ട് എന്ന് പറയുന്നു. സോ ഒരു സീഡിൽ നിന്നും മണ്ണിന് താഴേക്ക് പോകുന്ന ഭാഗമാണ് റാഡിക്കിൾ. റാഡിക്കിൾ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. ആൻഡ് മുകളിലേക്ക് വരുന്ന ഭാഗത്തിനെ പ്ലുമ്യൂൾ എന്ന് പറയുന്നു. മുകളിലേക്ക് വളരുന്ന ഭാഗത്തിനെ പ്ലുമ്യൂൾ എന്ന് പറയുന്നു. അതെന്തായിട്ട് മാറുന്നു? ഷൂട്ടായിട്ട് മാറുന്നു. ഇനി ഒരു സീഡിനുള്ളിൽ യെല്ലോ കളറിൽ നമ്മൾ ഒരു പയറിൻ്റെ വിത്തോ എന്തെങ്കിലും പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പരിപ്പ് പോലെ കിട്ടുമല്ലേ? 2 കഷ്ണമായിട്ട് കിട്ടും. ആ കഷ്ണങ്ങളെ പറയുന്ന പേരാണ് കോട്ടിലിഡൻസ്. ഈ കോട്ടിലിഡൻസ് ആണ് ഫസ്റ്റത്തെ ഒരു ലീഫ് പോലെ, ഒരു സീഡ് മുളച്ച് വന്നിട്ട് ഒരു ഫസ്റ്റ് ലീഫ് പോലെ യെല്ലോ കളറിൽ നിൽക്കുന്ന ഭാഗമാണ് എന്ത്? കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഈ കോട്ടിലിഡൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ ചെടി മുളച്ച് അതിന് 1-2 ഇല വരുന്നത് വരെ എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വന്തമായി ആഹാരം പാകം ചെയ്യാൻ കഴിയില്ല. സോ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നതാണ് ഈ കോട്ടിലിഡൻ്റെ ജോലി. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഇവൻറ്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നത്, അത് എപ്പോഴൊക്കെയാണ് നടക്കുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ടേബിളാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എന്തായിട്ട് ചെയ്യാം? ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ടേബിളിൽ എഴുതി വയ്ക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചതെന്നുള്ളത്. ഇതൊരു എക്സാമ്പിളിന് കാണിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണിത്. ആദ്യം എന്താ സംഭവിച്ചത്? സൈസ് ഓഫ് ദ സീഡ് സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ദ സീഡ് ബിക്കംസ് സോക്ക്ഡ് ആൻഡ് ഗ്രോസ് ബിഗ്ഗർ. സീഡ് എന്ത് ചെയ്യും? കുറച്ചും കൂടി ഒന്ന് വലുതാകും. അത് ആ വെള്ളത്തിൽ ഒന്ന് കുതിർന്ന് അതൊന്ന് വലുതാകും. പിന്നെ അതുപോലെ തന്നെ എന്ത് സംഭവിക്കാം? ഔട്ടർ കവറിങ് ഓഫ് ദ സീഡ്. ആ സീഡിന് പുറത്ത് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാവും അല്ലേ? അതെന്ത് ചെയ്യും? അത് പൊട്ടും. അത് പൊട്ടിക്കഴിഞ്ഞാലാണ് റാഡിക്കിളിനും പ്ലുമ്യൂളിനും ഒക്കെ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം എന്ത് സംഭവിക്കാം? ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവാർഡ്സ് ഫ്രം ദ സീഡ്സ്, ദാറ്റ് ഈസ് റാഡിക്കിൾ. അടുത്ത ദിവസം റാഡിക്കിൾ വളരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ടോ മുകളിലേക്ക് വളരുന്ന ഭാഗം, ദ പാർട്ട് വിച്ച് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് അപ്വാർഡ്സ് ഫ്രം ദ സീഡ്, ദാറ്റ് ഈസ് പ്ലുമ്യൂൾ. മുകളിലേക്ക് വളരുന്ന ഭാഗം അത് കഴിയുമ്പോൾ വളരാൻ തുടങ്ങും. അത് കഴിയുമ്പോഴോ പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്, അതായത് കോട്ടിലിഡൻസ് എന്തായിട്ട് വരും? ആദ്യത്തെ ഇലയായിട്ട് പുറത്തേക്ക് വരും. സോ അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും അടയാളപ്പെടുത്തി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫൈൻഡിങ്സുകളൊക്കെ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഗ്ലാസ്സുകളുണ്ടല്ലോ, അത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്ലാന്റാണ് ജെർമിനേറ്റ് ചെയ്തതിന് ശേഷം നന്നായി വളരുന്നത് എന്ന് നോക്കാം. വിച്ച് പ്ലാന്റ് ഗ്രോസ് ബെസ്റ്റ് ആഫ്റ്റർ ജെർമിനേഷൻ. ജെർമിനേറ്റ് ചെയ്തതിന് ശേഷം ഏത് പ്ലാന്റാണ് ഏറ്റവും നന്നായി വളരുന്നത്? സ്വാഭാവികമായിട്ട് ഏത് പ്ലാന്റ് ആയിരിക്കും? ആദ്യത്തെ ക്ലാസ്സിലെ പ്ലാന്റ് ആയിരിക്കും. അതായത് എല്ലാ ഫാക്ടേഴ്സും റിസീവ് ചെയ്തിട്ടുള്ള. വിച്ച് ഫാക്ടേഴ്സ് ഡിഡ് ദ ബെസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് റിസീവ്? ഏറ്റവും നന്നായി വളർന്ന പ്ലാന്റിന് എന്തൊക്കെ ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്? സൺലൈറ്റ് ഉണ്ട്, എയർ ഉണ്ട്, അതുപോലെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? സോയിൽ ഉണ്ട്, വാട്ടർ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. ഇതൊക്കെ
കിട്ടിയ പ്ലാന്റാണ് ഏറ്റവും നന്നായിട്ട് വളർന്നിട്ടുണ്ടാവും. അതിന് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സ് നോക്കൂ. ഹൈഡ്രോപോണിക്സ്. വാട്ട് ഈസ് ഹൈഡ്രോപോണിക്സ്? ഇറ്റ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. അതായത് മണ്ണില്ലാതെ ചെടികളെ വളർത്തുന്ന ഒരു പുതിയ മെത്തേഡാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ എ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് സോയിൽ. സോയിൽ ഇല്ലാതെ എങ്ങനെയാണ് വളർത്തുന്നത്? ആ പിക്ചർ നോക്കൂ. അതിൽ ഒരു നീല പൈപ്പുകൾ കണ്ടോ? അതിനകത്ത് മണ്ണല്ല, പകരം എന്താ ഉള്ളത്? ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുള്ള സൊല്യൂഷനാണുള്ളത്. ചെടികൾ വളരുന്നത് എന്തിലാണ്? ആ സൊല്യൂഷനിൽ നിന്ന് അവർക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്ത് സൊല്യൂഷനിലാണ് ചെടികൾ വളരുന്നത്. അതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ന്യൂ മെത്തേഡ് ഓഫ് കൾട്ടിവേറ്റിംഗ് പ്ലാന്റ്സ് വിത്തൗട്ട് soil. Then what is the next question? Plants make their food in their leaves, don't they? Plants എങ്ങനെയാണ് വളരുന്നത്? അതിനാവശ്യമായ ഭക്ഷണം അതെവിടെ ഉണ്ടാക്കുന്നു? അതിൻ്റെ ഇലകളിൽ ഉണ്ടാക്കുന്നു. പക്ഷേ സീഡ് ജെർമിനേറ്റ് ചെയ്ത് ഇല വളരുന്നത് വരെ അതിനെവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത്? അത് കോട്ടിലിഡനിൽ നിന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. The food for the plant until the seed germinates and grows a leaf is obtained from the cotyledon. How many cotyledons does a pea seed have? ഒരു പീ സീഡിന്, ഒരു പയറിൻ്റെ വിത്ത് എടുത്ത് നോക്കിയാൽ അതിൽ എത്ര കോട്ടിലിഡൻ ഉണ്ടാകും? നിങ്ങൾക്ക് അറിയാം. ഒരു പയറെടുത്ത് നമ്മൾ അതിനെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 പാർട്ടുണ്ട് അല്ലേ? ആ 2 പാർട്ടിൻ്റെയും ഇടയിൽ നിന്നാണ് പ്ലിമ്യൂളും റാഡിക്കിളും ഉണ്ടാകുന്നത്. നിങ്ങൾക്കൊരു സീഡ് എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിലൊരു ലീഫിൻ്റെ ഷേപ്പിലുള്ള ഒരു കുഞ്ഞി ഭാഗം കാണാം. അതിൽ നിന്നാണ് പ്ലിമ്യൂളും റാഡിക്കിളും ഉണ്ടാകുന്നത്. അത് കൂടാതെ വിത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതാണ് എന്ത്? കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പീ സീഡിന് 2 കോട്ടിലിഡൻ ഉണ്ട്. അതേസമയം നിങ്ങളൊരു കോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കോൺ എന്ന് പറഞ്ഞാൽ ചോളമില്ലേ, നമ്മൾ കഴിക്കുന്ന ചോളം. സെക്കൻഡ് പിക്ചർ നോക്കൂ. അതിൽ നിന്ന് നമ്മളൊരു വിത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്കിങ്ങനെ 2 ഭാഗങ്ങൾ, 2 പാർട്ടാക്കി മാറ്റാൻ പറ്റുമോ? ഒരു കോണിൻ്റെ സീഡിനെ ആക്കാൻ പറ്റില്ല അല്ലേ? അതെന്തുകൊണ്ടാണ്? ദർ ഈസ് ഓൺലി 1 കോട്ടിലിഡൻ ഇൻ എ കോൺ. ഒരു കോൺ സീഡിൽ ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. എൻഡോസ്പേം ഈസ് ദ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡൻ. നോക്കൂ, ആ കോട്ടിലിഡൻ്റെ താഴെയായിട്ട് ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തു പറയുക? എൻഡോസ്പേം എന്ന് പറയുക. ഇനി ഒരു കോട്ടിലിഡൻ മാത്രമുള്ള പ്ലാന്റ്സിൽ ഫുഡ് കിട്ടുന്നത്, പ്ലാന്റിന് വളരാൻ വേണ്ടിയുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻഡോസ്പേമിലാണ്. അൺടിൽ ദ സീഡ് ജെർമിനേറ്റ് ആൻഡ് ഗ്രോസ് ഇറ്റ്സ് ലീവ്സ്. സീഡ് ജെർമിനേറ്റ് ചെയ്ത് ആദ്യത്തെ ഇലകൾ ഉണ്ടാകുന്നത് വരെയുള്ള ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻഡോസ്പേമിലാണ്. സോ 2 കോട്ടിലിഡനുള്ള സീഡുകളിൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കോട്ടിലിഡൻസിലാണ്. ഒരു കോട്ടിലിഡൻ മാത്രമുള്ള സീഡുകളിൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിലാണ്? എൻഡോസ്പേമിലാണ്. സോ നമ്മുടെ ചുറ്റുമുള്ള പരിസരം നിരീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മുളച്ചു വരുന്ന ഒരുപാട് വിത്തുകളെ കാണാൻ കഴിയും. അതിൽ നിന്നും ഓരോ വിത്തിൻ്റെയും ഷേപ്പും അതിൽ നിന്നും മുളച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകളൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മേജർ ഇവൻറ്റ്സ് എല്ലാം ആണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ ബോക്സിൽ. ലെറ്റ്സ് റീഡ് ഇറ്റ്. സീഡ് ജെർമിനേഷൻ. The seed becomes soaked and the outer shell bursts. First the radicle and then the plumule emerge. The radicle becomes the root of the plant. The plumule becomes the stem and leaf. The growing plant consumes the food stored in the cotyledon or endosperm until photosynthesis is fully functional. So എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ? ഫസ്റ്റ് ദ സീഡ് ബിക്കം സോക്ക്ഡ് ആൻഡ് ദ ഔട്ടർ ഷെൽ ബസ്റ്റ്. സീഡ് കുതിരും, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും പുറംഭാഗത്തുള്ള ഷെല്ല് പൊട്ടിപ്പോകും. ദെൻ ഫസ്റ്റ് റാഡിക്കിൾ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് പ്ലിമ്യൂൾ പുറത്തേക്ക് വരുന്നു. റാഡിക്കിൾ എന്തായിട്ട് മാറുന്നു? റൂട്ടായിട്ട് മാറുന്നു. പ്ലിമ്യൂള് സ്റ്റെമ്മും ലീഫുമായി മാറുന്നു. ഗ്രോയിങ് പ്ലാന്റ്സിന് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? കോട്ടിലിഡനിലോ എൻഡോസ്പേമിലോ ആണ്. എപ്പോൾ വരെ? ഫോട്ടോസിന്തസിസ് ഫുള്ളി ഫങ്ഷണൽ ആകുന്നത് വരെ. Why do plants
സ്റ്റോർ ഫുഡ് ഇൻ സീഡ്സ്. സോ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാന്റ്സ് സീഡിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? അതിൻ്റെ യങ് വൺസിന്, അതിൻ്റെ പുതിയ ജനറേഷന് ഉണ്ടാകുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? വാട്ട് സീഡ്സ് ഡു വി ഈറ്റ്? ഇനി നമ്മൾ എന്തൊക്കെ സീഡാണ് കഴിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന പൊതുവെയുള്ള ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ എന്ത് തന്നെയാണ്? സീഡുകളാണ്. അതാണ് നമ്മൾ ഭക്ഷണമാക്കുന്നത്. സോ പ്ലാന്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? പ്ലാന്റിംഗ് വിത്തൗട്ട് സീഡ്സ്. ആർ സീഡ്സ് ദ ഓൺലി പ്ലാന്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ്? നമ്മൾ എല്ലാ ചെടികളും വിത്ത് നട്ടിട്ടാണോ ഉണ്ടാക്കുന്നത്? ഫോർ എക്സാമ്പിൾ ഹിബിസ്കസ്, ചെമ്പരത്തിക്ക് നമ്മൾ വിത്താണോ നടാറുള്ളത്? അല്ലല്ലോ. എവിടുന്നെങ്കിലും നമ്മൾക്ക് നല്ല ഭംഗിയുള്ളൊരു ചെമ്പരത്തി കണ്ടാൽ നമ്മൾ എന്താണ് അതിൻ്റെ കളക്ട് ചെയ്യുക? വിത്താണോ? അല്ല, ഒരു സ്റ്റെം കട്ടിങ് എടുത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നടുക അല്ലേ? അപ്പോൾ എല്ലാ ചെടികളും നടുന്നത് വിത്തിലൂടെയല്ല. എല്ലാ ചെടികളുടെയും പ്ലാന്റിംഗ് മെറ്റീരിയൽ സീഡല്ല. പല ചെടികൾക്കും പല രീതിയിലാണ്. കുറച്ച് എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹിബിസ്കസ്, ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാഗന്ധി, പഗോഡ ഫ്ലവർ കൃഷ്ണകിരീടം, മിറാക്കിൾ ലീഫ് പ്ലാന്റ് ഇലമുളച്ചി. ഇതിൻ്റെയൊക്കെ പല പല ഭാഗങ്ങളാണ്. ക്യൂൻ ഓഫ് ദ നൈറ്റ് അതായത് നിശാഗന്ധിയുടെയും ആ തണ്ടിൻ്റെ ഭാഗം, ഇലയോട് കൂടിയ തണ്ട് കൊണ്ടുവന്നിട്ടാണ് നടുക. ഇനി മിറാക്കിൾ ലീഫിൻ്റെയും ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക? ഇലയിൽ നിന്നാണ്. കണ്ടോ, ആ ഇലയിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുക. പഗോഡ ഫ്ലവർ കൃഷ്ണകിരീടത്തിൻ്റെ തൈകളാണ് നമ്മൾ മാറ്റി നടുക, വിത്തെടുത്തിട്ടല്ല നടാറ്. അപ്പോൾ അതേപോലെ പലതരത്തിലുള്ള പ്ലാന്റിംഗ് മെറ്റീരിയലുകളാണ് ഓരോ പ്ലാന്റിനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ടോപ്പിക് നോക്കാം. സീഡ്സ് ഇൻ മെനി പ്ലേസസ്. ദിസ് സ്റ്റാർട്ട്സ് വിത്ത് എ കോൺസെൻട്രേഷൻ ബിറ്റ്വീൻ മലബാർ പ്ലം ട്രീ ആൻഡ് ദ ബേർഡ്. ഒരു ട്രീയും, ഏത് ട്രീ ആണ്? ഞാവൽ മരവും ഒരു ബേർഡും തമ്മിലുള്ള കോൺവെർസേഷൻ വെച്ചിട്ടാണ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ? ട്രീ: വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട്? Bird: I am not only eating your fruit and satisfying my hunger, I am also carrying the seeds to many places. Tree: even if you are not there, will my seeds not fall down and germinate? Bird: do you have enough space for so many seeds to grow under you? ട്രീ എന്താ ചോദിക്കണേ? നീ എന്തിനാണ് എൻ്റെ ഫ്രൂട്ട് കഴിക്കുന്നത്? അപ്പോൾ ബേർഡ് പറയുന്നു, ഞാൻ നിൻ്റെ ഫ്രൂട്ട് കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് മാറ്റുക മാത്രമല്ല ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിൻ്റെ സീഡ്സ് ക്യാരി ചെയ്തിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ട്രീ ചോദിക്കുകയാണ്, നീ ഇല്ലെങ്കിലും എൻ്റെ സീഡ് എന്ത് ചെയ്യും? താഴെ വീണ് മുളയ്ക്കുമല്ലോ. അപ്പോൾ ബേർഡ് പറയാണ്, നിൻ്റെ താഴെ ഇത്രയും ഒരുപാട് സീഡുകൾ മുളയ്ക്കാനുള്ള സ്ഥലം ഉണ്ടോ? സോ വാട്ട് ക്രീച്ചർ ഡു യു നോ ദാറ്റ് ട്രാൻസ്പോർട്ട് പ്ലാന്റ് സീഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് ലൈക്ക് ദിസ്? അപ്പോൾ ഇതുപോലെ ബേർഡിനെ പോലെ ഒരുപാട് അനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റിൻ്റെ സീഡുകൾ പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബേർഡ് എന്താ ചെയ്യുന്നത്? ബേർഡ് ഞാവൽ പഴം കഴിക്കുമ്പോൾ അതിൻ്റെ കുരു അതിൻ്റെ വയറ്റിലെത്തും. പിന്നെ ബേർഡ് പറന്ന് വേറെ എവിടെയെങ്കിലും പോയിരിക്കുന്നു. അവിടെ അതിൻ്റെ വേസ്റ്റ് വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ കുരു അവിടെ കിടന്ന് മുളയ്ക്കുന്നു. ഇതുപോലെ സീഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജീവികളുണ്ട്. ഏതൊക്കെയായിരിക്കും അതിന് എക്സാമ്പിൾ? സ്ക്യൂറൽ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അത് കൂടാതെ നമുക്ക് എന്തൊക്കെ പറയാം? ഫ്രൂട്ട് ഈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് അനിമൽസ് ഉണ്ട്, ലൈക്ക് മങ്കി, പലതരത്തിലുള്ള ബേർഡ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ബാക്കി ഫ്രൂട്ടുകൾ കഴിക്കുന്ന ബാറ്റ്, അങ്ങനെ ഇഷ്ടം പോലെ അനിമൽസ് ഉണ്ട്. അത് കൂടാതെ ഫ്രൂട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ കൂടി പശു, ആട്, അങ്ങനെയൊക്കെയുള്ള അനിമൽസ് എന്ത് ചെയ്യും? അനിമൽസിൻ്റെയൊക്കെ ദേഹത്ത് പറ്റി പിടിച്ചിരുന്നിട്ടും അല്ലേ, അനിമൽസ് എന്ത് ചെയ്യും? പുല്ലൊക്കെ തിന്നാൻ വേണ്ടി പല സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ ദേഹത്ത് പറ്റി പിടിച്ചിട്ട് സീഡുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ആവുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹ്യൂമൻസ് ഇൻ ഡെലിവറിങ് സീഡ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്? മനുഷ്യന്മാർക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? അതെ, നമ്മൾ മനുഷ്യന്മാരും എന്ത് ചെയ്യാറുണ്ട്? പലതരത്തിലുള്ള സീഡുകളെ പല ഭാഗത്തു നിന്നും മറ്റു പല ഭാഗങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയി നട്ട് അതിനെ വളർത്തി പരിപാലിച്ച് വലുതാക്കി അവിടെ ആ പുതിയൊരു സാധനത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഇനി ഓർഗാനിസംസ് മാത്രമാണോ ഇങ്ങനെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്? അല്ല, ജീവികളിലൂടെ മാത്രമല്ല, കാറ്റിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നുണ്ട്.
ദെൻ വാട്ട് ഈസ് സീഡ് ഡിസ്പേഴ്സൽ? അതിൻ്റെ ഡെഫിനേഷൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ദ സീഡ് ഡിസ്പേഴ്സൽ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സീഡ്സ് ഫ്രം ദ മദർ പ്ലാൻ റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. സോ ഒരു ചെടിയിൽ നിന്നും അതിൻ്റെ വിത്തുകൾ പല പല ലൊക്കേഷനുകളിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുക. ഇതിന് വ്യത്യസ്ത തരത്തിലുള്ള ഏജൻറ്റുകൾ ആവശ്യമുണ്ട്. അവയാണ് കാറ്റായിരിക്കാം, വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ജീവികളായിരിക്കാം. ദെൻ വൈ സീഡ് ഡിസ്ട്രിബ്യൂഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്? ചെടിയിൽ നിന്നുള്ള വിത്തുകൾ എന്തായാലും താഴെ വീഴുമല്ലേ, അപ്പോൾ താഴെ മണ്ണുണ്ടാവും, അതിൽ കിടന്ന് മുളച്ചാൽ മതിയല്ലോ. ബട്ട് അത് മതിയോ? എന്തിനാണ് സീഡ് ഇങ്ങനെ പല പല ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രകൃതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അതിനുള്ള റീസണാണ് 2 പോയിന്റ് കൊടുത്തിരിക്കുന്നത്, വായിച്ചു നോക്കൂ. ഇഫ് ഓൾ ദ സീഡ്സ് ഓഫ് എ പ്ലാന്റ് fall and germinate at the base of the plant, they will not get the soil, water, sunlight and minerals they need to grow. So the seeds have to be dispersed to many places. ആദ്യത്തെ കാരണം എന്ത് തന്നെയാണ്? എല്ലാ വിത്തുകളും ഒരു ചെടിയുടെ ചോട്ടിൽ തന്നെ വീണ് കിടന്നാൽ അതിന് ആവശ്യമായിട്ടുള്ള സൺലൈറ്റോ വാട്ടറോ മിനറൽസോ ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന് നന്നായിട്ട് വളരാൻ പറ്റുമോ? ഇല്ല. അടുത്തൊരു റീസൺ എന്താണ്? ദിസ് ഈസ് ദ റീസൺ വൈ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ ആൻഡ് വൺ പ്ലാന്റ് ഇസ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. ഈ ഒരു കാരണം കൊണ്ടാണ്, സീഡ് ഡിസ്പേഴ്സൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ പലതരത്തിലുള്ള ചെടികൾ കാണാൻ പറ്റുന്നത്. അതേപോലെ ഒരു തരത്തിലുള്ള ചെടി ഒരു ഭാഗത്ത് മാത്രമാണോ കാണാൻ പറ്റുക? അല്ല, പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നതും, അതായത് ജൈവ വൈവിധ്യം ഉണ്ടാകുന്നതും എന്തുകൊണ്ട് തന്നെയാണ്? ഈ സീഡ് ഡിസ്പേഴ്സൽ ഉള്ളത് കൊണ്ടാണ്. സോ ഒരു ചെടിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ വിത്തുകൾ ഉണ്ടാക്കി നല്ല ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് സീഡ് ഡിസ്പേഴ്സൽ ഉള്ളത്. ഓക്കെ, ദെൻ അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ. സോ ഡിസ്പേഴ്സിങ് ഏജൻറ്റ്സ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. പല മീഡിയത്തിലൂടെയും സീഡ് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ മീഡിയത്തിനനുസരിച്ച്, ഏത് മീഡിയമാണോ ഒരു സീഡ് ഉപയോഗിക്കുന്നത്, ആ മീഡിയത്തിനനുസരിച്ച് ചില അഡാപ്റ്റേഷൻസ്, പ്രത്യേകതകൾ ആ സീഡിന് ഉണ്ടാകും. എങ്കിൽ മാത്രമാണ് അതിന് ട്രാൻസ്പോർട്ടേഷൻ നടക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ പിക്ചർ നോക്കൂ. അതിലൊരു തെങ്ങിന്നൊരു തേങ്ങ എങ്ങോട്ട് വീഴുന്നു? വെള്ളത്തിലേക്ക് വീഴുന്നു അല്ലേ? ആ വെള്ളത്തിലൂടെ ആ തേങ്ങ ഒഴുകി പോകുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യും? അത് പോയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കരയിൽ എത്തി നിൽക്കും അല്ലേ? അവിടെ കിടന്ന് അത് മുളച്ച് പുതിയൊരു തെങ്ങ് ഉണ്ടാകും. സോ തേങ്ങയുടെ സീഡ് ഡിസ്പേഴ്സലിൻ്റെ മീഡിയം എന്താണ്? വാട്ടറാണ്. സോ വാട്ടറിലൂടെ പോകുമ്പോൾ അതിന് ചില പ്രത്യേകതകൾ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ദിവസം വെള്ളത്തിൽ കിടക്കുമ്പോൾ അതെന്ത് ചെയ്യും? നശിച്ചു പോവില്ലേ? പക്ഷേ തേങ്ങ കുറച്ച് ദിവസം വെള്ളത്തിൽ കിടന്നാൽ നശിച്ചു പോവോ? ഇല്ല. അതിനെന്തുണ്ട്? പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിൽ താഴേക്ക് പോകാതെ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? അതിന് കട്ടിയുള്ള ചകിരിയുണ്ട്. ഈ ചകിരിയുടെ ഉള്ളിൽ എന്ത് ചെയ്യും? എയർ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ചകിരി എന്ത് ചെയ്യുന്നത്? തേങ്ങ പൊങ്ങിക്കിടക്കുന്നത്. അപ്പോൾ തേങ്ങ വെള്ളത്തിൽ നശിച്ചു പോകാതിരിക്കാനുള്ള പ്രത്യേകതകളൊക്കെ തേങ്ങയ്ക്ക് തന്നെ ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത പിക്ചർ നോക്കൂ. ഇതെന്താണ്? അപ്പൂപ്പൻ താടിയിലെ മിൽക്ക് വീഡ്. അപ്പൂപ്പൻ താടിയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ അറ്റത്ത് ബ്രൗൺ കളറിലുള്ള സീഡ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അപ്പൂപ്പൻ താടി ഉണ്ട് അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൂപ്പൻ താടി എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? കാറ്റിലൂടെയാണ്. അപ്പോൾ ഒരുപാട് വെയിറ്റുള്ള ഒരു സ്ട്രക്ചറാണെന്നുണ്ടെങ്കിൽ കാറ്റിൽ പറന്നു പോവോ? ഇല്ല. അപ്പോൾ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കാറ്റിൽ പറക്കാൻ സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ വേണം എന്തിനുണ്ടാവേണ്ടത്? കാറ്റിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടേണ്ട വിത്തുകൾക്ക് ഉള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ അനിമൽസും ബേർഡ്സും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫ്രൂട്ടുകളുടെ അല്ലെങ്കിൽ സീഡുകളുടെ പ്രത്യേകത എന്തായിരിക്കും? അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബേർഡ്സിനെയോ അനിമൽസിനെയോ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേകതകൾ അവയ്ക്കും ഉണ്ടാവും. അവ എന്തൊക്കെയാണ്? ഒന്നാമത് ഫ്ലഷി പാർട്സ് ഉണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബേർഡ്സൊക്കെ വന്നിട്ട് ഫ്രൂട്ടിൻ്റെ അടുത്തേക്ക് വരുന്നത്? സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാണോ? അല്ല. അവർക്ക് ബേസിക്കലി വേണ്ടത് ഫുഡാണ്. അതായത് അത്തരം സീഡുകളുടെ ചുറ്റും ഫ്ലഷി ആയിട്ടുള്ള പാർട്സ് ഉണ്ടാവും. അതേപോലെ മറ്റെന്തൊക്കെ നമുക്ക് പറയാം? നല്ല സ്മെല്ലുണ്ടാവും അല്ലേ? എന്തെങ്കിലും ഒരു ഫ്രൂട്ട് പഴുത്ത് കഴിഞ്ഞാൽ അതിന് നല്ല സ്മെല്ലുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ കൊണ്ടാണ് അനിമൽസും ബേർഡ്സും ഒക്കെ അതിൻ്റെ അടുത്തേക്ക് വരുന്നത്. സോ ഓരോ സീഡുകൾക്കും അത് ഏത് മീഡിയത്തിലൂടെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിന് ആവശ്യമായ അഡാപ്റ്റേഷൻസ് ഉണ്ടാകും.
മറ്റൊരു തരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന വിത്തുകളാണ് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് നോക്കൂ, അതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. നമുക്ക് പരിചയമുള്ളതാണ് ചാഫ്, ഫ്ലവേഴ്സ്, ലവ് ഗ്രാസ് ഒക്കെ അല്ലേ. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? നമ്മൾ ഇതിൻ്റെ അടുത്ത് കൂടെയൊക്കെ നടക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റി പിടിക്കും. നമ്മുടെ മാത്രമല്ല, അനിമൽസിൻ്റെയൊക്കെ രോമത്തിലൊക്കെ പറ്റി പിടിക്കും അല്ലേ. അപ്പോൾ അതിന് സഹായിക്കുന്ന, സ്റ്റിക്കി ചെയ്യാനും ഹാങ് ചെയ്യാനും സഹായിക്കുന്ന സ്ട്രക്ചറുകൾ എന്തുണ്ട്? ഈ പറയുന്ന സീഡുകൾക്കൊക്കെ ഉണ്ട്. ഇനി അതിന് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറുകൾ നോക്കൂ. റബ്ബറിൻ്റെ സീഡും ബോൾസം പ്ലാന്റുമാണ് അല്ലേ. ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ളതാണ്. ഇതിൻ്റെയൊക്കെ സീഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് നന്നായിട്ട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡൊക്കെ പൊട്ടിത്തെറിക്കും. ആ ഒരു എക്സ്പ്ലോഷൻ്റെ പ്രഷറിൽ ഇതിൻ്റെ വിത്തുകൾ എന്ത് ചെയ്യും? നല്ല ദൂരത്ത് പോയി വീഴും. അപ്പോൾ അങ്ങനെയും എന്ത് നടക്കുന്നുണ്ട്? സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നുണ്ട്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ഇലിസ്ട്രേഷൻസ് വായിച്ചാൽ നമുക്കറിയാം 4 തരത്തിലുള്ള ഡിസ്പേർഷൻ മെത്തേഡ്സാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ചില എക്സാമ്പിളുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എക്സാമ്പിളുകൾ നമുക്ക് കൂട്ടിച്ചേർക്കാം അല്ലേ. ഫസ്റ്റത്തെ എന്താ? ത്രൂ വിൻഡ്, കാറ്റിലൂടെ ഡിസ്പേഴ്സൽ നടക്കുന്നതിന് നമുക്ക് ഏതൊക്കെ പറയാം? മിൽക്ക് വീഡ് പാപ്പേഴ്സ്, നമ്മൾ ഓൾറെഡി പിക്ചർ കണ്ടു. അതുകൂടാതെ മേപ്പിൾ എക്സാമ്പിളാണ്, ഡാൻഡിലിയോൺ, അതൊക്കെ എക്സാമ്പിളുകളാണ്. പിന്നെ രണ്ടാമത്തത് ലേഡീസ് ഫിംഗറാണ്, വെണ്ടയ്ക്ക. വെണ്ടയ്ക്കയിൽ എന്താ സംഭവിക്കുക? ഡ്രൈ ആകുമ്പോൾ അത് പൊട്ടിത്തെറിക്കും അല്ലേ. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? എക്സ്പ്ലോഷൻ. ത്രൂ എക്സ്പ്ലോഷൻ ആണ് അവിടെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. ഇനി അതിന് 2 എക്സാമ്പിൾ നമുക്ക് എഴുതാമല്ലോ. ബോൾസം എഴുതാം, റബ്ബർ എഴുതാം. ഇനിയും കൂടുതൽ എണ്ണം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. പിന്നെ വാട്ടറിലൂടെ, മൂന്നാമത്തത് എന്താണ്? വാട്ടറിലൂടെ ഡിസ്പേർഷൻ നടക്കുന്നത്. എക്സാമ്പിൾ കോക്കനട്ട് ഉണ്ട്. അതുകൂടാതെ നമുക്ക് എന്തെഴുതാം? ലോട്ടസ് പറയാം, വാട്ടർ ലില്ലി പറയാം. ഇതൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ അനിമൽസ്, നാലാമത്തെ കോളം എന്താണ്? അനിമൽസിലൂടെ ഡിസ്പേർഷൻ നടക്കുന്നത്. അതിനും ധാരാളം എക്സാമ്പിളുകൾ നമുക്ക് പറയാം. ഗുവ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പേരയ്ക്ക. അതുകൂടാതെ ചില്ലി, മാംഗോ, പിന്നെ നേരത്തെ പറഞ്ഞ ലവ് ഗ്രാസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇനി സീഡുകൾ കൊണ്ട് മറ്റെന്തെങ്കിലും ഉപകാരങ്ങളുണ്ടോ? ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു സീഡ് കൊണ്ടുണ്ടാക്കിയ ക്രാഫ്റ്റാണ് കേട്ടോ. അതുപോലെ പലതരത്തിലുള്ള ക്രാഫ്റ്റുകളോ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് നിങ്ങളോട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ സീഡുകൾക്ക് അങ്ങനെയും പലതരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട്. ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ പ്ലീസ് ഡു വാച്ച് ദ പാർട്ട് 2. താങ്ക് യു.